നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പുതിയ വിശേഷങ്ങളിലേക്ക്. വളരെ ക്രൂഷ്യലായ 2 ആഴ്ച അപ്രതീക്ഷിത വേർപാടുകൾ. ഹൗസിൽ മത്സരങ്ങൾ കടുത്തു വരുന്ന ഈ ഒരു അവസരത്തിൽ പുറത്തുനിന്ന് ഒരാൾ എന്തിനായിരിക്കും കടന്നു വരുന്നത്? ഹൗസിൽ അതിഥിയായി വരുന്നത് മറ്റാരുമല്ല, മുൻ വർഷത്തെ ബിഗ് ബോസ് വിജയ് അഖിൽ മാരാറാണ്. മാരാരെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. കഴിഞ്ഞ ബിഗ് ബോസ് സീസണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി അർഹിക്കുന്ന വിജയം കൈവരിച്ച വ്യക്തിയാണ് അഖിൽ മാരാർ. ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ ഗെയിം സ്ട്രാറ്റജി മാറ്റിയ ഒരു വ്യക്തി കൂടിയാണ് അഖിൽ മാരാർ. കാരണം കഴിഞ്ഞ 2 ആഴ്ചയോളം ഹൗസിനകത്ത് കയ്യിലൊതുങ്ങാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കടന്നുപോയത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരാളെ പോലും വിടാതെ ഫയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. അഖിൽ മാരാരുടെ എൻട്രി ഹൗസിനകത്തെ തർക്കങ്ങൾ പരിഹരിക്കാനാണെന്ന് കരുതിയാൽ തെറ്റില്ല. എന്നാൽ അതിനൊന്നുമല്ല അഖിൽ മാരാർ എത്തിയിരിക്കുന്നത്. അഖിൽ മാരാർ തൻ്റെ പുതിയ സിനിമയായ മുള്ളൻ കൊല്ലിയുടെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഹൗസിനകത്ത് എത്തുന്നത്. അഖിൽ മാരാർ മാത്രമല്ല ഹൗസിനകത്ത് വരുന്നത്, ഒപ്പം ബിഗ് ബോസ് താരം കൂടിയായ സെറീനയും ഉണ്ട്. അഖിൽ മാരാരുടെയും സെറീനയുടെയും ബിഗ് ബോസിലേക്കുള്ള എൻട്രി മിക്കവാറും ഇന്നുണ്ടാകും. അഖിൽ മാരാർ ഹൗസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹൗസിനകത്തെ താരങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പുറത്തു നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമോ? മത്സരാർത്ഥികൾക്ക് കൂടുതൽ ഗെയിം കാണാനും കളിക്കാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് അഖിൽ മാരാറിലൂടെ കിട്ടുമോ? അതോ മാരാരുടെ എൻട്രി സിനിമാ പ്രമോഷൻ മാത്രമായി ഒതുങ്ങുമോ എന്നൊക്കെ അറിയണമെങ്കിൽ എപ്പിസോഡ് കാണണം. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ. പുതിയ വിശേഷങ്ങളുമായി കാണാം. വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.